ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റീഡിങ്ങുമായിട്ടല്ല, ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഒരുപാട് പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് പേര് കമൻസ് ഇടാറുണ്ട് ഒരു തേർഡ് പാർട്ടി കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ തകർച്ചയെ പറ്റിയിട്ട്. ഒരു തേർഡ് പേഴ്സൺ കാരണമോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു മനോവിഷമം അനുഭവിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതാണ് കേട്ടോ. തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം സെപ്പറേഷനിലായവരോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരോ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം റിലേഷൻഷിപ്പ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വിച്ച് കോഡ്സ് ആണ്. സ്വിച്ച് കോഡ്സ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാം. സ്വിച്ച് കോഡ്സ് എന്ന് പറയുന്നത് ഏഞ്ചൽ കോഡ്സ് ആണ്. ചില നമ്പേഴ്സിനൊക്കെ പവർഫുള്ളായിട്ടുള്ള എനർജി ഉണ്ടല്ലേ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാവുന്ന കാര്യമായിരിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി, അതായത് 666, 22, 222, 111 അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ്. അതുപോലെ തന്നെ സ്വിച്ച് കോഡ്സ് എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്വിച്ച് കോഡ്സ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ സ്വിച്ച് കോഡ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ പൂർണ്ണമായും മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താലാണ് തേർഡ് പാർട്ടി എന്നേക്കുമായി ലൈഫിൽ നിന്ന് റിമൂവ് ആക്കാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളൊരു പേപ്പറും പേനയും എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു പേപ്പറും പേനയും എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ച് കോഡ്സ് ആണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പം എല്ലാവരും പേപ്പറും പേനയും എടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ സ്വിച്ച് കോഡ്സ് പറയുകയാണ്. 66421943. ഈ ഒരു നമ്പർ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവാം. ഈ ഒരു നമ്പർ അല്ലെങ്കിൽ ഈ ഒരു സ്വിച്ച് കോഡ് നിങ്ങൾ ഡെയിലി 2 ടൈംസ്, അതായത് രാവിലെയും വൈകിട്ടും ഒരു 21 തവണ നിങ്ങൾ ചാൻറ്റ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിൽ നിങ്ങൾ ഈ ഒരു നമ്പർ 21 ടൈംസ് എഴുതുക. അത് എഴുതുന്ന സമയത്ത് തന്നെ നിങ്ങൾ മനസ്സിൽ അത് മന്ത്രിച്ചുകൊണ്ട് വേണം എഴുതാനായിട്ട്. ഒരുപാട് ലൗഡായിട്ട് പറയണമെന്നില്ല, പക്ഷേ വളരെ ഏകാഗ്രതയോടുകൂടി മൈൻഡ് വളരെ റിലാക്സ് ആയിട്ട് വേണം ഇത് നിങ്ങൾ എഴുതാനും പറയാനുമായിട്ട്. ഈ ഒരു സ്വിച്ച് കോഡ് നിങ്ങൾക്ക് എഴുതണമെന്നില്ല. എഴുതാൻ സാധിക്കുന്നവർക്ക് എഴുതുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്ക് ഒരു 21 ടൈംസ് നിങ്ങൾക്ക് ചാൻറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇത് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ മറ്റൊരു ചിന്തകളും വരാൻ പാടില്ലെന്ന് നിങ്ങൾ ഓർക്കുക. ഇത് നിങ്ങൾ തുടർച്ചയായി ഒരു 21 ദിവസം 2 നേരം വെച്ചിട്ട് ചാൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ എഫക്റ്റീവാണ്, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് കോഡാണിത്. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്നതിൽ യാതൊരു സംശയവുമില്ല എനിക്ക്. കാരണം ഒരുപാട് പേരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഈ ഒരു സ്വിച്ച് കോഡ് ടെക്നിക്ക് കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങൾ വളരെയധികം വിശ്വാസത്തോടു കൂടിയിട്ട് ചെയ്യണം. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്കൊരു വിശ്വാസം വേണം. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് 100% വർക്ക് ആകുകയുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടെക്നിക്സ് അപ്ലൈ ചെയ്യാനായിട്ട് മടിക്കരുത്. കാരണം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആ ഒരു തകർന്നു പോയ ജീവിതമായിരിക്കാം. ഒരു റീയൂണിയൻ പോസിബിലിറ്റിയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു സ്വിച്ച് കോഡ് ഉപയോഗിക്കാമുള്ളൂ. എങ്കിൽ മാത്രമേ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ടായി നിൽക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് പറയാൻ കാരണമായിട്ടുള്ളത്, മേ ബി ചിലവരുടെ കേസിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയായി നിൽക്കുന്നത്
അവരുടെ വൈഫോ ഹസ്ബൻഡോ ഒക്കെ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാതിരിക്കുക. അത് യൂണിവേഴ്സൽ ലോയ്ക്ക് എതിരായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്നിക്ക് നല്ല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മ കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഇനി നിങ്ങൾ സിംഗിൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് പേഴ്സൻ്റെ ഫ്രണ്ടോ മറ്റോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടേതെങ്കിൽ, നിങ്ങളുടെ ബന്ധം മൂന്നാമതൊരു വ്യക്തി കാരണമാണ് നശിച്ചു പോയതെങ്കിൽ അവർക്കും ഈ ഒരു സ്വിച്ച് കോഡ് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഓർക്കുക, നിങ്ങളുടെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് മടിക്കരുത്. എല്ലാവരും പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക.